വ്യോമസേനയിലെ കമ്മീഷൻ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് അഫ്ക്യാറ്റ് 2026 അപേക്ഷ ക്ഷണിച്ചു. ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടി, നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. NCC സ്പെഷ്യൽ എൻട്രിക്കുള്ള അപേക്ഷയും ഇതോടൊപ്പമാണ് സമർപ്പിക്കേണ്ടത്. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണിത്. ബിരുദമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. ട്രെയിനിങ് സമയത്തും വിവാഹം അനുവദനീയമല്ല. അപേക്ഷകർക്ക് നിർദ്ദിഷ്ട ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 2027 ജനുവരി 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കവിയാനും പാടില്ല. ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 2027 ജനുവരി 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 26 വയസ്സ് കവിയാൻ പാടില്ല. പരിശീലന കാലത്ത് 56,100 രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുക. പരിശീലന കാലശേഷം 56,100 രൂപ മുതൽ 1,77,500 രൂപ ശമ്പള സ്കെയിൽ നിയമനം ലഭിക്കും. ഹൈദരാബാദിലെ ദിണ്ടിഗലിലുള്ള എയർഫോഴ്സ് അക്കാദമിയിൽ വെച്ചാണ് പരിശീലനം. 2026 ഡിസംബർ അവസാന വാരത്തിലോ 2027 ജനുവരി ആദ്യ വാരത്തിലോ പരിശീലനം ആരംഭിക്കും. ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ വിഭാഗക്കാർക്ക് 62 ആഴ്ചയും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിന് 50 ആഴ്ചയുമായിരിക്കും പരിശീലനം. 550 രൂപയാണ് അപേക്ഷാ ഫീസ്. കൂടാതെ GSTയും ബാധകമാണ്. NCC സ്പെഷ്യൽ എൻട്രിക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഓൺലൈനായി വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ 9 ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും afcat.edcal.co.in അല്ലെങ്കിൽ career-airforce.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കരിയർ സംബന്ധമായ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം. ഈ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.